ആം, സോറി സർ. 2 ആഴ്ചത്തേക്ക് ഞങ്ങളുടെ വെന്യൂ എല്ലാം ടോട്ടലി ഫുള്ളാണ് സർ. അങ്ങനെയാണെങ്കിൽ ട്രൈ ദിസ്. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അത്ര സിമ്പിളായിരുന്നല്ലേ. എനിക്ക് ഈ കാലഘട്ടത്തിലുള്ള ഫോട്ടോസ് എടുത്ത് ഹാഷ്ടാഗ് ഇടുന്ന കല്യാണമൊക്കെ ഇഷ്ടം. എന്തു പറയുന്നു? നമുക്ക് ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ? ആ സഞ്ജയ് നായക്. നിങ്ങൾക്കറിയോ, ഈ കല്യാണം കൊണ്ട് രാവും പകലും ഇല്ലാതെ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കുടുംബമാണ് നമ്മുടേത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, കൃഷിന് നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോവില്ലേ? അമ്മയോടുള്ള ആൺമക്കളുടെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവ് വരാൻ പോകുന്നു. കൃഷ് നമ്മുടെ പയ്യന്. എല്ലാ കാര്യവും മറച്ചു വെച്ചത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, അല്ലേ? നീ പേടിക്കണ്ട, എല്ലാം ഈ കാര്യം എത്ര പെട്ടെന്ന് ബോസിനെ അറിയിക്കാം. ഒരു നല്ല ന്യൂസാണ് കിട്ടിയിരിക്കുന്ന ബോസിനെ അറിയിക്കാൻ. പ്രൊമോഷൻ ഉറപ്പാ. ബോസ്, സഞ്ജയ് നായക് ഒരു ബോഡി ഗാർഡ് പോലും ഇല്ലാതെ കല്യാണത്തിന് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ല ബോസ്, അവരുടെ കല്യാണമല്ല, ഏതോ പയ്യന്റെ കല്യാണം തോന്നുന്നു. എന്താ പെട്ടെന്ന്? സഞ്ജയ് നായക്കിന് അങ്ങനെ ഒരു മകനില്ലല്ലോ. ഒന്ന് അന്വേഷിക്കുക. ഒരു പക്ഷേ സഞ്ജയ് നായക്കിന് ഇനി അങ്ങനെ ഒരു മകനുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സഞ്ജയ് നായക്കിന്റെ ബലം അവനായിരിക്കും. അവനെ നമുക്ക് പിടിക്കണം. ഓക്കെ ബോസ്. നിനക്ക് കുഴപ്പമൊന്നുമില്ല കൃഷ്? അതൊന്നുമില്ല. അച്ഛനും അമ്മയും കല്യാണത്തിന് വേണ്ടി ഒരുപാട് ചെലവ് ചെയ്യുന്നുണ്ട്. അതിനെന്താ, അതൊക്കെ നിനക്ക് വേണ്ടിയല്ല ചെലവാക്കുന്നേ. നീ വിഷമിക്കുന്ന കണ്ട് അവർക്ക് സന്തോഷമാവോ? അതല്ല, അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ എങ്ങനെ ഇത്ര പണം വരുന്നത്? ശാലിനി, അവർ നീ കടം വല്ലതും വാങ്ങിയതായിരിക്കില്ലല്ലോ. അവർ ചിലപ്പോൾ ക്യാഷ് സേവ് ചെയ്ത് വെച്ച് കാണില്ലേ? എന്ത് പറ്റി കൃഷ്? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. അതൊരു ഭയം. നമ്മുടെ ഈ സന്തോഷത്തിലാരും കണ്ണുവെക്കാൻ പാടില്ല. ഹലോ. വർഷങ്ങൾ മുമ്പ് സ്വന്തം പേരക്കുട്ടിയെ അകറ്റി നിർത്തി. ഓർക്കുന്നുണ്ടോ? ആരാ? മുത്തശ്ശനും അച്ഛനും അമ്മയും ചേർന്ന് അവനെ ചതിക്കായിരുന്നു എന്നറിയുമ്പോ അവൻ എത്ര വിഷമിക്കും, ആലോചിച്ചു നോക്ക്. ആരാ നീ? എന്താ വേണ്ടത് നിനക്ക്? ഈ രഹസ്യം രഹസ്യമായിട്ട് തന്നെ വെക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. എന്ത് കാര്യം? കൃഷിന്റെയും ശാലിനിയുടെയും വിവാഹം നടക്കരുത്. ഇല്ലെങ്കിൽ നിനക്കറിയാവോ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വാ. ഞാൻ ധൈര്യം കാണിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടിയെ എന്നേക്കുമായി നഷ്ടമാവും. ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ നീ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയല്ലേ? ശരി, എത്രയാ വേണ്ടത്? കൃഷും ശാലിനിയും തമ്മിലുള്ള ബന്ധം. അധികം സമയം ഞാൻ തരില്ല. ഓക്കെ മിസ്റ്റർ ധരം പാട്ടീൽ. നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കും. കൃഷ്ണായ ശാലിനിക്ക് ഇത് ശരിയായിരിക്കും അല്ലേ? ഇതാണോ നല്ലത്, അതോ ഇതാണോ? എനിക്ക് തോന്നുന്നത് ഇത് കൃഷ്. അമ്മേ, ശാലിനി എവിടെ? എന്താടാ നിനക്കെന്തൊരു ടെൻഷൻ? ശാലിനി, ആ കൃഷ്, എന്തു പറ്റി? നമുക്കിപ്പോൾ ഒന്ന് സംസാരിക്കണം. ഒരു 5 മിനിറ്റ് ഇപ്പൊ വരാം. ശാലിനി, എനിക്കിപ്പം തന്നെ സംസാരിക്കണം. വാ. ഇരിക്ക്. എന്തായത്? കൃഷ്, ഇത് എൻ്റെ അടുത്തുനിന്ന് പോവില്ല എന്നല്ലേ പറഞ്ഞു നീ? പിന്നെ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം നിധിയുടെ പണിയാ. അവളെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. വിക്രാന്ത് അവിടേക്ക് വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. നീ എന്താ എന്നോട് ഇതൊന്നും പറയാഞ്ഞ?
കൃഷ്ണി അവനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു കരുതി. അതെനിക്ക് ഇഷ്ടമല്ല. എല്ലാത്തിനും അപ്പുറം നിന്നെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവിച്ച വിഷമത്തെ മറയ്ക്കാൻ നോക്കുവാണോ നീ? ശരി, നിനക്ക് വേണമെങ്കിൽ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കൃഷ്, എന്റെ കണ്ണിലേക്ക് നോക്ക്. നിനക്ക് എന്നെ ഇത്തിരി പോലും വിശ്വാസമില്ലേ? പിന്നെ ഈ ബന്ധത്തിന് എന്താ അർത്ഥമുള്ള? ഈ കല്യാണം നടക്കും, ഉറപ്പായിട്ടും നടക്കും. പക്ഷെ അതിൻ്റെ കാരണം എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കാൻ പാടില്ലെന്ന് കണ്ടിട്ടാണ്. ഈ സങ്കടത്തോടു കൂടി തന്നെ ഞാൻ ജീവിക്കും. കൃഷ്, ജോത്സ്യര് പറയണത് കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന്. ക്രിഷ്, കല്യാണത്തിന് ടെൻഷനാണോ? ഇല്ല അമ്മ, അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം. ഒരുപക്ഷെ സത്യം പുറത്തു വന്നാ ആകെ പ്രശ്നമാവുമല്ലോ. മോനെ, എന്തു പറ്റി? എന്താ നീ ദുഃഖിച്ചിരിക്കുന്നത്? നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? എന്തു പറ്റി? മുത്തശ്ശ, സത്യത്തിൽ ശാലിനിയെ പോലൊരാളെ ഞാൻ കല്യാണം കഴിക്കേണ്ടതാണോ? എന്നെപ്പോലൊരാളുമായിട്ട് അവൾക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. എന്തുകൊണ്ടില്ല? സത്യത്തിലുള്ള സ്നേഹം ഈ പണമൊന്നും കണ്ടിട്ടല്ല മോനെ വരുന്നത്. ഇങ്ങോട്ട് നോക്ക്. മനുഷ്യന്മാർ കള്ളം പറയും, പക്ഷെ അവരുടെ കണ്ണ് പറയും. ഞാൻ അവളുടെ കണ്ണില് നിന്നോടുള്ള സ്നേഹം ഒരുപാട് കണ്ടു. ഹലോ ശാലിനി. ശാലിനി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോട് മാപ്പ് പറയണം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്താണ്.